നിങ്ങൾക്ക് ജിമ്മിൽ പോകാൻ താല്പര്യമില്ലേ? ജിം മെമ്പർഷിപ്പ് എടുക്കാനുള്ള പണമില്ലെങ്കിൽ, മറ്റുള്ള ആൾക്കാർ നോക്കി നിൽക്കുന്ന സമയത്ത് എക്സസൈസ് ചെയ്യാൻ താല്പര്യമില്ലെങ്കിൽ, അതുപോലെ തന്നെ ഇപ്പോൾ ജിമ്മ് നിങ്ങളുടെ വീട്ടിൽ നിന്നും കുറച്ച് ദൂരെയാണ്, അപ്പോൾ പോയി വരാനുള്ള സമയമില്ലെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ പ്രസൂൺ. ഇന്നത്തെ വീഡിയോ കാലിസ്തനിക്സിനെ കുറിച്ചാണ്. കാലിസ്തനിക്സ് എന്ന് പറയുന്നത് ഒരു തരത്തിലുള്ള എക്സസൈസ് തന്നെയാണ്. ഇത് ചെയ്യാൻ ജിമ്മിൽ പോകണം നിർബന്ധമില്ല, നിങ്ങളുടെ വീട്ടിൽ നിന്ന് തന്നെ ചെയ്യാം. പ്രത്യേകിച്ച് യാതൊരു തരത്തിലുള്ള ഒരു എക്യുപ്മെൻറ്റിൻ്റെ ആവശ്യമില്ല, പോരാത്തതിന് പണച്ചെലവും ഇല്ല. അപ്പോൾ കാലിസ്തനിക്സ് എന്താണെന്ന് നമുക്ക് നോക്കാം. വെൽക്കം ബാക്ക് ടു ഡോഫുഡി. നമ്മൾ തുടങ്ങാം. ആദ്യമായി നമുക്ക് കാലിസ്തനിക്സ് എന്താണെന്ന് നോക്കാം. കാലിസ്തനിക്സ് എന്ന് പറയുന്നത് ഒരു എക്സസൈസിന്റെ രൂപമാണ്. ഇവിടെ പ്രധാനമായിട്ടും ഒരു കാര്യം മാത്രമേ ആവശ്യമുള്ളൂ, നിങ്ങളുടെ ബോഡി വെയിറ്റ് ഉപയോഗിച്ചിട്ട് അതിനെ കൊണ്ട് പലതരത്തിലുള്ള മൂവ്മെന്റ്സ് ചെയ്യുക. ബോഡി വെയിറ്റ് ഉപയോഗിച്ചിട്ടുള്ള റെസിസ്റ്റൻസും, അങ്ങനെ ബോഡീന്റെ ഒരു ഭാഗം മാത്രമോ അല്ലെങ്കിൽ ഹോൾ ബോഡി വർക്കൗട്ട് പോലും കാലിസ്തനിക്സ് ഉപയോഗിച്ച് ചെയ്യാൻ സാധിക്കും. കാലിസ്തനിക്സിൽ നിങ്ങൾ ചെയ്യുന്ന എക്സസൈസിനനുസരിച്ച് നിങ്ങളുടെ ബോഡീന്റെ ഏതെങ്കിലും പാർട്ട്, മസിൽ ഗ്രൂപ്പ്സിന് വേണമെങ്കിൽ സ്ട്രെങ്തൻ ചെയ്യാം, മസിൽ ഡെവലപ്പ് ചെയ്യാം, റെസിസ്റ്റൻസ് ട്രെയിനിങ് ചെയ്യാം, ഇല്ലെങ്കിൽ കാർഡിയോ എക്സസൈസ് ചെയ്യാം, ഇല്ലെങ്കിൽ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും കോമ്പിനേഷൻസ് പോലെ ചെയ്യാം. അങ്ങനെ വളരെയധികം ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു എക്സസൈസ് പാറ്റേൺ ആണ് കാലിസ്തനിക്സ് എന്ന് പറയുന്നത്. അടുത്തതായി കാലിസ്തനിക് എക്സസൈസിൻ്റെ ബെനിഫിറ്റ്സിനെ കുറിച്ച് പറയാം. ഇതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ജിമ്മിൽ പോയി ചെയ്യണമെന്നില്ല, നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് തന്നെ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള എക്സസൈസ് ആണ് കാലിസ്തനിക്സ് എന്ന് പറയുന്നത്. ബിഗിനേഴ്സിന് എളുപ്പം ചെയ്ത് തുടങ്ങാൻ സാധിക്കുന്ന എക്സസൈസ് ആണ്. അതുപോലെ തന്നെ നിങ്ങൾ ഓൾറെഡി എക്സസൈസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണെങ്കിൽ, നിങ്ങൾ ജിമ്മിൽ നിന്നാണ് എക്സസൈസ് ചെയ്യുന്നതെങ്കിൽ, നിങ്ങൾക്ക് കാലിസ്തനിക്സിലേക്ക് സ്വിച്ച് ചെയ്ത് കഴിഞ്ഞാലും ഇത് കണ്ടിന്യൂ ചെയ്യാൻ എളുപ്പമാണ്. വെറും ബോഡി വെയിറ്റ് ഉപയോഗിച്ച് ചെയ്യുന്ന എക്സസൈസ് ആയതുകൊണ്ട് തന്നെ അധികം ആൾക്കാരും കാലിസ്തനിക്സ് അത്ര ഇഫക്റ്റീവ് അല്ല എന്ന് വിചാരിക്കും. നമ്മളുടെ ബോഡി വെയിറ്റ് മാത്രം ഉപയോഗിച്ചിട്ട് നമുക്ക് പല രീതിയിൽ എക്സസൈസ് ചെയ്യാം. ഇൻറ്റൻസിറ്റി കൂട്ടിക്കൊണ്ടുവരാം, മസിൽ ബിൽഡ് ചെയ്യാം, സ്ട്രെങ്ത് കൂട്ടുന്ന രീതിയിലുള്ള എക്സസൈസ് ചെയ്യാം. ചില പ്രൊഫഷണൽ ആയിട്ടുള്ള അത്ലറ്റ്സ് പോലും കാലിസ്തനിക്സ് ആണ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. എളുപ്പത്തിൽ ചെയ്ത് തുടങ്ങാൻ പറ്റുന്ന എക്സസൈസുമാണ്. അതുമാത്രമല്ല, നിങ്ങൾക്കത് മെല്ലെ മെല്ലെ അതിൻ്റെ ഇൻറ്റൻസിറ്റി കൂട്ടിക്കൊണ്ടുവരാനും കൂടുതൽ ഡിഫിക്കൽട്ട് ആക്കാനും ചാലഞ്ചിങ് ആക്കാനും കാലിസ്തനിക്സിൽ ഓപ്ഷൻസ് ഉണ്ട്. ഇതിൻ്റെ മറ്റൊരു മെയിൻ ബെനിഫിറ്റ് എന്ന് പറയുന്നത് ജിമ്മിൽ പോകേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ്. നിങ്ങളുടെ റൂമിൽ തന്നെ 4 അടിയുടെ ഒരു സ്ക്വയർ സ്പേസ് നിങ്ങൾക്ക് കണ്ടെത്താൻ സാധിക്കുമെങ്കിൽ അവിടെ നിന്നുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കാലിസ്തനിക്സ് എക്സസൈസ് ഒക്കെ ചെയ്യാം. ജിമ്മിൽ ഉപയോഗിക്കുന്ന പോലത്തെ പ്രസ്സസോ മെഷീൻസോ ബെഞ്ചോ വെയിറ്റോ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. ആകപ്പാട് ആവശ്യമുള്ള ഒരേ ഒരു എക്യുപ്മെൻ്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ ബോഡി മാത്രമാണ്. ഈ ചാനലിൽ തന്നെ ഇതിനു മുമ്പേ പബ്ലിഷ് ചെയ്തിട്ടുള്ള പല വീഡിയോസിലും നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് ഒരു ഹോം ജിം എങ്ങനെയാണ് സെറ്റ് ചെയ്യേണ്ടത് എന്നുള്ളത് ഞാൻ വിശദീകരിച്ചിട്ടുണ്ട്. വീട്ടിലുള്ള ചെറിയൊരു ജിം പോലത്തെ സെറ്റപ്പ് തുടങ്ങണമെങ്കിൽ പോലും നിങ്ങൾക്ക് വെയ്റ്റ്സ് വേണം, ഡംബൽസ് വേണം, മാറ്റ് വേണം, പുഷപ്പ് ബാർ വേണം. ഇതൊന്നും ഇല്ലാതെ തന്നെ നിങ്ങൾക്ക് കാലിസ്തനിക്സ് ചെയ്യാവുന്നതാണ്. ജിമ്മിൽ പോയി തുടങ്ങുന്നവർ ജിമ്മ് സ്റ്റോപ്പ് ചെയ്യുന്നതിൻ്റെ ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത് അവർക്ക് അത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റാത്തതാണ്. ചിലപ്പോൾ ട്രാവൽ ഉണ്ടാവും, ചിലപ്പോൾ വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങളുണ്ടാവും. അപ്പോൾ ഇങ്ങനത്തെ സിറ്റുവേഷൻസിൽ പോലും നിങ്ങളൊരു ട്രാവലിന് പോവുകയാണെങ്കിൽ പോലും നിങ്ങൾക്ക് ജിമ്മിൽ പോകാൻ പറ്റുന്നില്ലെങ്കിലും നിങ്ങൾ വിചാരിച്ചാൽ ഏത് സ്ഥലത്തുനിന്നും കാലിസ്തനിക്സ് നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും. 2022 നടത്തിയിട്ടുള്ള ഒരു സ്റ്റഡിയിൽ പറയുന്നത് കുറച്ച് റിഗറസ് ആയിട്ടുള്ള, കുറച്ച് കൂടുതൽ സ്പീഡിൽ കാലിസ്തനിക്സ് ചെയ്യുന്നവർക്ക് ഹൈ ഇന്റൻസിറ്റി ഇന്റർവെൽ ട്രെയിനിങ്ങിൽ ചെയ്യുന്ന അതേ കാർഡിയോ ബെനിഫിറ്റ്സ് കിട്ടുന്നുണ്ടെന്നാണ്. അതായത് നിങ്ങൾ സ്പീഡിൽ ഓടുകയാണെന്നുണ്ടെങ്കിലും ട്രെഡ്മില്ലിൽ സ്പീഡിൽ നടക്കുന്ന സമയത്തും ഓടുന്ന സമയത്ത് ഉണ്ടാകുന്ന അതേ ചേഞ്ചസ് എല്ലാം കാലിസ്തനിക്സിലും ഉണ്ടാവുമെന്നാണ് പറയുന്നത്. പക്ഷേ ഇതേപോലെ ഹൈ ഇന്റൻസിറ്റി ഇന്റർവെൽ ട്രെയിനിങ്ങിന്റെ ബെനിഫിറ്റ്സ് കിട്ടണമെങ്കിൽ നിങ്ങൾ കാലിസ്തനിക്സിൽ ചെയ്യുന്ന എക്സസൈസിന്റെ പാറ്റേൺ മാറ്റണം. സ്ക്വാറ്റിംഗ് ജമ്പ് ചെയ്യുന്ന സമയത്ത്, ജമ്പിങ് ലഞ്ചസ് ചെയ്യുന്ന സമയത്ത്, ബർപ്പീസ് പോലത്തെ എക്സസൈസ് ഒക്കെ ചെയ്യുന്ന സമയത്താണ് ഹൈ ഇന്റൻസിറ്റി ഇന്റർവെൽ ട്രെയിനിങ്ങിന്റെ അതേപോലത്തെ റിസൾട്ട്സ് കിട്ടുന്നത്. പക്ഷേ ബിഗിനിങ്ങിൽ നിങ്ങൾക്ക് ഇതേപോലത്തെ എക്സസൈസ് ചെയ്യണമെന്നില്ല. ലോ ഇന്റൻസിറ്റി ആയിട്ടുള്ള എക്സസൈസസും കാലിസ്തനിക്സിൽ ചെയ്യാവുന്നതാണ്. കാലിസ്തനിക്സിന്റെ മറ്റൊരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ പലതരത്തിലുള്ള മസിൽ ഗ്രൂപ്പ്സിനെ ഒരേ സമയം ഉപയോഗിക്കുന്നതുകൊണ്ട് തന്നെ നമ്മളുടെ ഡെയിലി ലൈഫിലുള്ള ചില ആക്ടിവിറ്റീസിനെ ഇത് മിമിക് ചെയ്യുന്നുണ്ട്. ഉദാഹരണത്തിന് താഴെയുള്ള ഒരു ഹെവി ബോക്സ് എടുത്ത് ലിഫ്റ്റ് ചെയ്ത് ഒരു ഷെൽഫിൻ്റെ മുകളിൽ കയറ്റി വെക്കുന്ന സമയത്ത് ഏതെല്ലാം മസിൽസ് ആണോ വർക്ക് ചെയ്യുന്നത് അതേപോലത്തെ എക്സസൈസസ് കാലിസ്തനിക്സിലും വരുന്നുണ്ട്. ഇതുകൊണ്ട് സ്ട്രെങ്ത് കൂട്ടാൻ സാധിക്കും, ജോയിൻറ്റ്സ് കുറച്ചും കൂടി സ്ട്രോങ്ങർ ആക്കാൻ സാധിക്കും, വീഴ്ചകൾ കുറയ്ക്കാൻ സാധിക്കും. ഇത് പ്രത്യേകിച്ചും യൂസ്ഫുൾ ആവുന്നത് എൽഡർലി പേഴ്സൺസിനാണ്, 60 വയസ്സ് കഴിഞ്ഞിട്ടുള്ളവർക്ക്. ഇതേപോലത്തെ എക്സസൈസ് ചെയ്യുന്ന സമയത്ത് റേഞ്ച് ഓഫ് മൂവ്മെന്റ്സ് കൂട്ടാൻ സാധിക്കും, നമ്മളുടെ ബാലൻസ് നോർമൽ ആക്കാൻ സാധിക്കും. ബാലൻസ് പോകുന്ന സമയത്താണ് അധികം ആൾക്കാർക്കും വീഴ്ചകൾ സംഭവിക്കുന്നത്. ശരീരത്തിന്റെ പല ഭാഗങ്ങൾ തമ്മിലുള്ള കോർഡിനേഷൻ അത് മികച്ചതാക്കാൻ സാധിക്കും. ബോഡീനെ കൂടുതൽ ഫ്ലെക്സിബിൾ ആക്കാനും പറ്റും. നമ്മളുടെ പ്രായം കൂടുന്നതിനനുസരിച്ച് പ്രത്യേകിച്ചും 40 ഇയേഴ്സ് ഒക്കെ കഴിഞ്ഞാൽ മസിൽ വേസ്റ്റിംഗ് ഉണ്ടാവാൻ ചാൻസസ് ഉണ്ട്. അപ്പോൾ എക്സസൈസ് ഇനിയും ചെയ്ത് തുടങ്ങിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ മസിൽ വേസ്റ്റിംഗ് കാരണമായിരിക്കാം കൂടുതൽ ഇഞ്ചുറി
ഇഞ്ചുറീസ് ഉണ്ടാവുന്നതും വീഴ്ചകൾ സംഭവിക്കുന്നതും ഫ്രാക്ചേഴ്സ് ഒക്കെ സംഭവിക്കാൻ പോകുന്നതും. ഇതൊക്കെ തടയാൻ കാലിസ്തനിക്സ് നല്ലൊരു ഓപ്ഷനാണ്. മറ്റൊരു ഒബ്വിയസ് ആയിട്ടുള്ള ബെനിഫിറ്റ് എന്ന് പറയുന്നത് കാലിസ്തനിക്സ് പോലത്തെ എക്സസൈസ് ചെയ്യുന്നതിനനുസരിച്ച് തന്നെ നിങ്ങളുടെ ബോഡി വെയിറ്റ് കുറയ്ക്കാൻ സാധിക്കും, ബോഡി ഫാറ്റ് പെർസെൻറ്റേജ് കുറയ്ക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ബോഡി മാസ് ഇൻഡെക്സ് കുറയ്ക്കാം, നിങ്ങളുടെ പോസ്ചർ പ്രോപ്പർ ആക്കാം, പലതരത്തിലുള്ള സ്പൈനൽ കണ്ടീഷൻസ് കറക്റ്റ് ചെയ്യാൻ സാധിക്കും. എല്ലുകളിൽ ഉണ്ടാകുന്ന തേയ്മാനം പോലും കുറച്ച് നിർത്താൻ കാലിസ്തനിക്സ് ഹെൽപ്ഫുൾ ആണെന്നാണ് പറയുന്നത്. നിങ്ങൾ ഓൾറെഡി ഓവർ വെയിറ്റ് ആണെങ്കിൽ വെയിറ്റ് കുറച്ച് കൊണ്ടുവരാൻ മാത്രമല്ല നിങ്ങളുടെ ബോഡി വെയിറ്റ് നോർമൽ റേഞ്ചിൽ നിലനിർത്താനും കാലിസ്തനിക്സ് യൂസ് ചെയ്യാവുന്നതാണ്. ഇതാണ് അധികം ആൾക്കാർക്കും ബുദ്ധിമുട്ടുള്ള കാര്യം. കാലിസ്തനിക്സിൽ കാർഡിയോ എക്സസൈസസും ഉൾപ്പെടുന്നതുകൊണ്ട് തന്നെ ഹൃദയ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ തടയാനും കാലിസ്തനിക്സ് ഹെൽപ്ഫുൾ ആണ്. ബ്ലഡ് പ്രഷർ നോർമൽ ലെവലിൽ നിർത്താനും ഇൻസുലിൻ റെസിസ്റ്റൻസ് കുറയ്ക്കാൻ, ഫാറ്റി ലിവർ ഡിസീസ് ഉള്ളവർക്ക്, കൊളസ്ട്രോൾ ലെവൽ കൂടുതലുള്ളവർക്ക് കൊളസ്ട്രോൾ ലെവൽ നോർമൽ റേഞ്ചിലേക്ക് കൊണ്ടുവരാനും, LDL കൊളസ്ട്രോളിന്റെ ലെവൽ കുറയ്ക്കാൻ, HDL കൊളസ്ട്രോളിന്റെ ലെവൽ കൂട്ടാൻ, പ്രമേഹം സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളവർക്കും പ്രീ ഡയബറ്റീസ് ഉള്ളവർക്കും എല്ലാവർക്കും കാലിസ്തനിക്സ് ബെനിഫിഷ്യൽ ആണെന്നാണ് പറയുന്നത്. കാലിസ്തനിക്സിന്റെ അവസാനത്തെ ബെനിഫിറ്റ് എന്ന് പറയുന്നത് മറ്റ് പലതരത്തിലുള്ള എക്സസൈസിനെ വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഇഞ്ചുറീസ് ഉണ്ടാവാനുള്ള ചാൻസസും കാലിസ്തനിക്സിലാണ് കുറവുള്ളത്. ഉദാഹരണത്തിന് നിങ്ങൾ പവർ സ്ക്വാറ്റ് ചെയ്യാന്ന് വിചാരിക്കുക. 100 കിലോ വെയിറ്റ് എടുത്തതിന് ശേഷം സ്ക്വാറ്റിംഗ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ പോസ്ചർ കറക്റ്റ് അല്ല എന്നുണ്ടെങ്കിൽ സ്പൈനൽ ഇഞ്ചുറീസ് ഉണ്ടാവാം. നേരെ മറിച്ച് നിങ്ങൾ വെറും നിങ്ങളുടെ ബോഡി വെയിറ്റ് ഉപയോഗിച്ചിട്ടുള്ള എയർ സ്ക്വാറ്റ് ആണ് ചെയ്യുന്നതെങ്കിൽ ഇത്തരത്തിലുള്ള ഇഞ്ചുറീസ് വരാനുള്ള ചാൻസസ് കുറവാണ്. നട്ടലിന് മാത്രമല്ല കാൽ മുട്ടിന് പോലും ഇഞ്ചുറീസ് വരുന്നതിന്റെ ചാൻസസ് കുറയ്ക്കാൻ സാധിക്കും. കാരണം നിങ്ങളുടെ ബോഡി വെയിറ്റ് എല്ലാ സമയവും നിങ്ങളുടെ ബോഡി തന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ബോഡീനെ കൂടുതൽ സ്ട്രെങ്തൻ ചെയ്യാൻ കാലിസ്തനിക്സിന് കഴിയും, ഇഞ്ചുറീസ് കുറച്ച് നിർത്തിക്കൊണ്ട് തന്നെ. ഇനി നിങ്ങൾക്ക് ഡിസൈൻ ചെയ്യാൻ പറ്റുന്ന ഒരു കാലിസ്തനിക് വർക്കൗട്ട് പ്ലാനിനെ കുറിച്ച് പറയാം. ഇത് എല്ലാവർക്കും ഒരുപോലെയല്ല. നിങ്ങളുടെ ഫിറ്റ്നസ് ലെവൽ എത്രയാണോ അതിനനുസരിച്ച് ഇത് മാറ്റം വരുത്തണം. നിങ്ങൾക്ക് ഓൾറെഡി ഇഞ്ചുറീസ് ഉണ്ടായിട്ടുണ്ട്, അത് സ്പൈനിലാവാം, കാലിൻ്റെ മുട്ടിലാവാം, അല്ലെങ്കിൽ റീസെൻ്റ്ലി ഒരു ആൻജിയോപ്ലാസ്റ്റി പോലത്തെ പ്രൊസീജിയർ ചെയ്തിട്ടുണ്ട്. ഇങ്ങനത്തെ സിറ്റുവേഷനിലൊക്കെ ആണെങ്കിൽ കാലിസ്തനിക്സ് ചെയ്യുന്നതിന് മുമ്പേ നിങ്ങളുടെ ഡോക്ടറുമായി ഡിസ്കസ് ചെയ്യണം. നമ്മളൊരു കാലിസ്തനിക് വർക്കൗട്ട് പ്ലാൻ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് അത് ആവശ്യത്തിന് ചാലഞ്ചിങ് ആയിരിക്കണം, പക്ഷെ നിങ്ങൾക്ക് ചെയ്ത് തീർക്കാൻ പറ്റുന്നതുമായിരിക്കണം. അപ്പോൾ ബിഗിനേഴ്സിന് റെക്കമെൻഡ് ചെയ്യുന്നത് കാലിസ്തനിക്സിന് തന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് എക്സസൈസ് ഉണ്ട്. അത്തരത്തിലുള്ള ഓരോ എക്സസൈസിൻ്റെയും ഒരു എക്സസൈസ് തന്നെ 3 സെറ്റ് വീതം, ഓരോ സെറ്റിലും 5 റെപ്പറ്റീഷൻസ് വെച്ചിട്ടെങ്കിലും സ്റ്റാർട്ട് ചെയ്യണമെന്നാണ്. ചില തരത്തിലുള്ള എക്സസൈസ് കുറച്ചും കൂടി എളുപ്പത്തിൽ നിങ്ങൾക്ക് റെപ്പറ്റീഷൻസ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ 5 എന്നുള്ളത് നിങ്ങൾക്ക് 10ലേക്കോ 15ലേക്കോ കൂട്ടാവുന്നതാണ് ഓരോ സെറ്റിലും. ഇങ്ങനെ ബോഡി പാർട്സിനെ സ്ട്രെങ്തൻ ചെയ്യുന്ന തരത്തിലുള്ള കാലിസ്തനിക് എക്സസൈസസ് ഒരാഴ്ചയിൽ മിനിമം 2 മുതൽ 4 ദിവസമെങ്കിലും ചെയ്യേണ്ടതാണ്. പക്ഷേ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് സ്ട്രെങ്തനിങ് കാലിസ്തനിക് എക്സസൈസ് ചെയ്യുന്ന സമയത്ത് ബോഡിക്ക് റെസ്റ്റ് കിട്ടുന്നു എന്നുള്ള കാര്യം കൂടി നിങ്ങൾ ഉറപ്പ് വരുത്തണം. അപ്പോൾ അടുപ്പിച്ച് 4 ദിവസം എക്സസൈസ് ചെയ്യാതിരിക്കുക, അതിൻ്റെ ഇടയിൽ ഒരു ഗ്യാപ്പ് എടുക്കുക, അല്ലെങ്കിൽ ഓൾട്ടർനേറ്റ് ഡേയ്സ് പോലെ ചെയ്യാം. നിങ്ങളുടെ വർക്ക് ഷെഡ്യൂളിനനുസരിച്ചിട്ട് ഈ പ്ലാൻ മാറ്റുന്നതാണ് നല്ലത്. ഇനി ബിഗിനേഴ്സിന് എളുപ്പം ചെയ്ത് തുടങ്ങാൻ പറ്റുന്ന കുറച്ച് കാലിസ്തനിക് എക്സസൈസിനെ കുറിച്ച് പറയാം. ഇത് വീട്ടിൽ നിന്ന് തന്നെ ചെയ്യാവുന്നതുമാണ്. ഇതിൽ ആദ്യം വരുന്നത് പ്ലാങ്ക് ആണ്. പ്ലാങ്ക് നിങ്ങളുടെ കോർ സ്ട്രെങ്ത്തിന് വേണ്ടിയിട്ടുള്ള എക്സസൈസ് ആണ്. എത്ര സമയം കൂടുതൽ നിങ്ങൾക്ക് പ്ലാങ്ക് ചെയ്യാൻ സാധിക്കുന്നോ അതിനനുസരിച്ച് നിങ്ങളുടെ കോർ സ്ട്രെങ്ത് കൂട്ടാൻ സാധിക്കും. നമ്മളുടെ ബോഡീൻ്റെ കോറാണ് നമ്മളുടെ അബ്ഡോമനെയും ബാക്ക് മസിൽസിനെയും ഹിപ്പിനെയും ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ ബോഡീൻ്റെ കോർ സ്ട്രോങ് ആവുന്നതിനനുസരിച്ച് തന്നെ സ്പൈനൽ ഇഞ്ചുറീസ് കുറയ്ക്കാൻ സാധിക്കും, ബാക്ക് പെയിൻ കുറയ്ക്കാൻ സാധിക്കും, നമ്മളുടെ പോസ്ചർ നോർമൽ ആക്കാൻ സാധിക്കും. രണ്ടാമത്തെ കാലിസ്തനിക് എക്സസൈസസ് ലഞ്ചസ് ആണ്. ഇത് നിങ്ങളുടെ ബട്ടക്സിന്, തൈസിന്, അബ്ഡോമിനൽ മസിൽസിനൊക്കെയാണ് ഹെൽപ്പ് ചെയ്യുന്നത്. തുടങ്ങുന്ന സമയത്ത് റെപ്പറ്റീഷൻസിൻ്റെ എണ്ണം കുറയ്ക്കാം. കൂടുതൽ ദിവസം ചെയ്യുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് ജമ്പിങ് ലഞ്ചസ് ചെയ്യാം, ഇൻറ്റൻസിറ്റി കൂട്ടാം, റെപ്പറ്റീഷൻസിൻ്റെ എണ്ണം കൂട്ടാം. മൂന്നാമത്തെ എക്സസൈസ് സ്ക്വാറ്റ്സ് ആണ്. ഇതും മെയിൻലി ഒരു ലോവർ ബോഡി എക്സസൈസ് ആണ്. ആപ്സ് തുടങ്ങി ബട്ടക്സ്, ഹാംസ്ട്രിങ്, ക്വാഡ്രിസെപ്സ്, കാഫ് മസിൽസിന് പോലും സ്ക്വാറ്റിംഗ് നല്ലതാണെന്നാണ് പറയുന്നത്. ഈ പറഞ്ഞ എക്സസൈസസ് ഒക്കെ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് നിങ്ങൾക്ക് യൂട്യൂബിൽ തന്നെ നോക്കി കണ്ടുപിടിക്കാവുന്നതാണ്. തുടങ്ങുന്ന സമയത്ത് നിങ്ങളുടെ പോസ്ചറിൽ കൂടുതൽ നിങ്ങൾ ശ്രദ്ധിക്കുക. എത്ര കൂടുതൽ റെപ്പറ്റീഷൻസ് ചെയ്യുന്നു എന്നുള്ളതിനേക്കാളും നിങ്ങളുടെ പോസ്ചർ കറക്റ്റ് ആക്കാനാണ് നിങ്ങൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത്. നാലാമത്തത് പുഷപ്സ് ആണ്. ഇത് മെയിൻലി ഒരു അപ്പർ ബോഡി വർക്കൗട്ടാണ്. ചെസ്റ്റിനും ആംസിനും ഷോൾഡറിനും പെക്ട്രൽ മസിൽസിനൊക്കെ പുഷപ്സ് വളരെയധികം ബെനിഫിഷ്യലാണ്. തുടങ്ങുമ്പോൾ ഹാഫ് പുഷപ്സ് എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് തുടങ്ങാം. മുട്ട് കുത്തിയിട്ടുള്ള പുഷപ്സ് നിങ്ങൾക്ക് ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് ഇൻറ്റൻസിറ്റി കൂട്ടിക്കൊണ്ടുവരാവുന്നതാണ്. പുഷപ്സ് തന്നെ 10-30 ടൈപ്പ് പുഷപ്സ് ചെയ്യാൻ സാധിക്കും. ചിലത് പൈപ്പ് പുഷപ്സ് ആണ്, ചിലത് ഡയമണ്ട് പുഷപ്സ് ആണ്. ക്ലാപ്പിംഗ് പുഷപ്സ് ഒക്കെ ഡിഫിക്കൽട്ടാണ്. നിങ്ങൾ പ്രോഗ്രസ് ചെയ്യുന്നതിനനുസരിച്ച് ഇത്തരത്തിലുള്ള എക്സസൈസിൻ്റെ ഡിഫിക്കൽട്ടിയും നിങ്ങൾക്ക് കൂട്ടാം.
കൂടുതൽ ചലഞ്ചിങ് ആക്കാം, കൂടുതൽ മസിൽ ബിൽഡ് ചെയ്യാം. അഞ്ചാമത്തത് ഒരു ഹോൾ ബോഡി എക്സസൈസ് ആണ്. ഇതിൻ്റെ പേര് ബർപ്പീസ് എന്നാണ്. ബർപ്പീസ് എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ 3 തരത്തിലുള്ള എക്സസൈസിൻ്റെ ഒരു കോമ്പിനേഷനാണ്. ഒരു ഹോൾ ബോഡി വർക്കൗട്ടാണ്. ഇതിൽ പ്ലാങ്ക് വരുന്നുണ്ട്, പുഷപ്പ് വരുന്നുണ്ട്, സ്ക്വാറ്റ്സ് വരുന്നുണ്ട്. തുടങ്ങുന്ന സമയത്ത് 10 ബർപ്പീസ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങളുടെ ഹാർട്ട് ബീറ്റ് 100ന് മുകളിലേക്ക് പോകും. അതുകൊണ്ട് തന്നെ ബർപ്പീസ് എന്ന് പറയുന്നത് നല്ല കാർഡിയോ എക്സസൈസും കൂടിയാണ്. നിങ്ങൾ കൂടുതൽ കാലം കാലിസ്റ്റനിക്സ് ചെയ്യുന്നതിനനുസരിച്ച് തന്നെ നിങ്ങൾക്ക് ജമ്പിങ് ബർപ്പീസ് ചെയ്യാം. ബർപ്പീസിനെ കൂടുതൽ ഡിഫിക്കൽട്ടാക്കാം, കൂടുതൽ ചലഞ്ചിങ് ആക്കാം. ചുരുക്കി പറഞ്ഞാൽ നിങ്ങൾ ഇനിയും എക്സസൈസ് ചെയ്ത് തുടങ്ങിയിട്ടില്ലെങ്കിൽ യാതൊരു പണം മുടക്കും ഇല്ലാതെ നിങ്ങൾക്ക് എളുപ്പത്തിൽ നിങ്ങളുടെ വീട്ടിൽ നിന്ന് തന്നെ തുടങ്ങാൻ പറ്റുന്ന എക്സസൈസാണ് കാലിസ്റ്റനിക്സ് എന്ന് പറയുന്നത്. വെറും നിങ്ങളുടെ ബോഡി വെയിറ്റ് മാത്രം ഉപയോഗിച്ച് ചെയ്യുന്ന എക്സസൈസ് ആയതുകൊണ്ട് തന്നെ ഇത് ഇഫക്റ്റീവ് അല്ല എന്ന് അധികം ആൾക്കാരും വിചാരിക്കുന്നുണ്ടാവും. പക്ഷേ അങ്ങനെയല്ല. കാലിസ്റ്റനിക്സ് തന്നെ നമുക്ക് കൂടുതൽ ചെയ്യാവുന്നതാണ്. കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് ഞാനും കാലിസ്റ്റനിക്സിലാണ് കൂടുതലും ഫോക്കസ് ചെയ്യുന്നത്. മസിൽ ഡെവലപ്മെന്റ് ആണെന്നുണ്ടെങ്കിലും കാർഡിയോ എക്സസൈസിനാണെങ്കിലും സ്ട്രെങ്തനിങ്ങിനാണെങ്കിലും കാലിസ്റ്റനിക്സ് എന്ന് പറയുന്നത് വളരെ നല്ലൊരു ഓപ്ഷനാണ്. നിങ്ങൾ മുമ്പേ കാലിസ്റ്റനിക് എക്സസൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്തായിരുന്നു? അത് വീഡിയോൻ്റെ താഴെ കമൻറ്റ് ചെയ്യുക. എക്സസൈസിനെ കുറിച്ച് ഞാൻ ഇതിനു മുമ്പേ പല വീഡിയോസും ചെയ്തിട്ടുണ്ട്. ആ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഈ പ്ലേലിസ്റ്റിൽ കാണാവുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങൾ ഇനിയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ നിങ്ങളെ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ.